ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തലസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനിൽ ഓണം ആഘോഷിച്ച ഇ.ഡി. അക്രമക്കേസ് പ്രതികൾ. CPM മുൻ കൗൺസിലർ IP ബിനു ഉൾപ്പെടെയുള്ളവരുടെ ഓണാഘോഷമാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നടന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി റീൽസും ചിത്രീകരിച്ചു. ഉദ്യോഗസ്ഥർ ആഘോഷത്തിന് തിരഞ്ഞെടുത്ത വേഷത്തിലാണ് പ്രതികളും സ്റ്റേഷനിലെത്തിയത്. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികളാണ് ഇവർ. വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട്. വീണെ, എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം പോലീസ് ഏത്, അല്ലെങ്കിൽ ഗുണ്ടകളേത്, അക്രമികളേത്, സഖാക്കളേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണോ? എന്താണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഇ.ഡി. അക്രമക്കേസ് പ്രതികളുടെ ഓണം ആഘോഷിക്കാനുള്ള കാരണം? പോലീസ് അനുമതിയോട് കൂടിയാണോ ഈ റീൽസ് അടക്കമുള്ള ചിത്രീകരണം? അശ്വതി, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിലാണ് ഈ ഒരു ഇ.ഡി. കേസ് പ്രതികൾ എത്തിയതെന്നുള്ളതാണ്. ഈ മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ വീട്ടിൽ തെളിവെടുപ്പുമായി പരിശോധനയ്ക്കെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് വധശ്രമ ആക്രമണം ഉണ്ടായത്. IP ബിനുവിന്റെ നേതൃത്വത്തിലുള്ള നിരവധി പ്രവർത്തകരാണ് ആ ഒരു ആക്രമണത്തിന് നേതൃത്വം വഹിച്ചത്. മുൻ കൗൺസിലർ കൂടിയാണ്, ഒപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണെന്ന് ആക്രമണം നടന്നത്. ആ ആക്രമണത്തിൽ പിടിയിലാവുകയും ഇവർ വധശ്രമം നടത്തിയെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പോലീസ് പിടികൂടുകയും പിന്നീട് ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതികൾ തന്നെ ഈ ഓണം ആഘോഷിക്കാൻ എത്തുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഈ പ്രതികൾ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്, അവരെങ്ങനെയാണ് പോലീസുകാർക്കൊപ്പം ഈ ഒരു ഓണാഘോഷത്തിന്റെ ഭാഗമായതെന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി ലഭിക്കേണ്ടതുണ്ട്. കൂടാതെ തന്നെ ഇത് റീലായി ചിത്രീകരിക്കുകയും ഇത് സമൂഹ മാധ്യമങ്ങളിൽ IP ബിനു തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഈ പ്രതികൾ എത്തിയത് ഉദ്യോഗസ്ഥരുടെ ആഘോഷത്തിൽ അവർ തിരഞ്ഞെടുത്ത ആ വേഷവിധാനത്തിൽ തന്നെയാണെന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഇതിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഇതിൽ ഉണ്ടായത് ാണ് മനസ്സിലാക്കാൻ, പ്രാഥമികമായി നമുക്ക് വിവരങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് തരത്തിലാണ് ഇവർ ആഘോഷങ്ങളുടെ ഭാഗമായത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രതികൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ എത്തുവാൻ എന്തർത്ഥത്തിലാണ് സാധിക്കുന്നത് എന്ന കാര്യത്തിൽ കൂടി മറുപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അശ്വതി, തീർച്ചയായും വീണ, ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ആ ദിവസത്തിലേക്ക് പോവുകയാണ്. അന്ന് വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തായിരുന്നു. അതായത് കേരള പോലീസ് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചില്ല. ഈ IP ബിനുവിനെ അടക്കം അറസ്റ്റ് ചെയ്തതിൽ വലിയ വീഴ്ച സംഭവിച്ചു. ഒരുപാട് നാൾ മൂക്കിൻ തുമ്പത്തുണ്ടായിട്ടും വൈകിയാണ് അറസ്റ്റ് ചെയ്തത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണക്കൊക്കെ കോപ്പ് കൂട്ടാൻ ഈ ചെന്നിത്തല പോലീസും കൂട്ടുനിന്നുമാണ് പറയുന്നത്. അപ്പോൾ സഖാക്കളും ഈ ചെന്നിത്തല പോലീസും ഒരുമിച്ചാണോ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്ന പ്രതികളെ പിടികൂടാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ദിവസങ്ങൾ വേണ്ടി വന്നു. മാത്രമല്ല, ഈ സഖാക്കളുടെ മുമ്പിൽ പോയി പാർട്ടി ഓഫീസിൽ ഒളിച്ചിരുന്ന ഈ പ്രതികളെ വിട്ടുതരുമോ എന്ന് അപേക്ഷിക്കുന്ന ദയവായി തുടരുക. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കേരള പോലീസും ഈ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സഖാക്കളും പ്രതികളായ സഖാക്കളും ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതിൽ പോലീസ് ഏത്, ഗുണ്ടകളേത്, സഖാക്കളേത്, അക്രമികളേതെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാവരും ഒരേ ഓണവേഷം. ആഹാ, ഊഞ്ഞാലാണ്. ഗുണ്ടകളെ ഊഞ്ഞാലാട്ടുന്ന ചെന്നിത്തല പോലീസിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണയുണ്ട്. വീണ, ചെണ്ടമേളത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. വീണയുണ്ട്. വീണ, ചെണ്ട കൊട്ടുന്ന പോലീസ്, ഊഞ്ഞാലാട്ടിക്കൊടുക്കുന്ന പോലീസ്, ഊഞ്ഞാലാടുന്ന അക്രമികൾ, ഗുണ്ടകൾ, സഖാക്കൾ. എന്താണ് ഈ തലസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത്? ഈ ചെന്നിത്തല പോലീസും സഖാക്കൾക്ക് ഒത്താശ ചെയ്യുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അതും ആഘോഷത്തിലും ആവേശത്തിലും എല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ കുറ്റം ചെയ്യാനും ഒരുമിച്ചാണ്, സംരക്ഷിക്കാനും ഒരുമിച്ചാണ്. തീർച്ചയായും അശ്വതി, അത് തന്നെയാണ്. ഈ പ്രതികൾക്ക് ഒത്താശ ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രതികളെ ഒപ്പം നിർത്തി ആ ആഘോഷങ്ങളിൽ ഭാഗമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് പൂർണ്ണ പിന്തുണ പോലീസ് നൽകുന്നു എന്നുള്ളതാണ് ഈ കേസിലെ പ്രതികളാണ്. ഒപ്പം തന്നെ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവരാണ്. പല അക്രമ സംഭവങ്ങളിലും ഇതിനു മുമ്പ് പ്രതികളാക്കപ്പെട്ടവരാണ്. CPMന്റെ ഗുണ്ട രാഷ്ട്രീയത്തിന്, ഗുണ്ട വിളയാട്ടത്തിന് എപ്പോഴും കുടപിടിക്കുന്ന തലസ്ഥാനത്തെ നേതാക്കൾ തന്നെയാണിവർ. അവർക്കാണ് ഇത്തരത്തിൽ ഒത്താശ പാടുന്ന ഒരു പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷ പരിപാടിക്കാണ് ഇവരെ പങ്കാളികളാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ
അമിതമായിട്ടുള്ള കാര്യം. കാരണം ഇത്തരത്തിലുള്ള പ്രതികൾ കൂടി അല്ലെങ്കിൽ കേസിൽ ജയിലിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങി ഇപ്പോഴും ആ കേസിൽ പ്രതികളാണെന്നുള്ള രീതിയിൽ നിയമ നടപടികൾക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കുന്നവർ പങ്കെടുക്കുമ്പോൾ പോലീസ് സത്യത്തിൽ പൊതുജനങ്ങളുടെ സംരക്ഷണത്തിനും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടിയാണോ പ്രവർത്തിക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് കൂടി അവർക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കാര്യമാണ്. കാരണം പ്രതികൾ ഏത് അർത്ഥത്തിലാണ് അവിടെ എത്തിയത്, അവരെ ഏത് രീതിയിലാണ് അവർക്ക് അവിടെ പങ്കാളിത്തം ലഭിച്ചതെന്നുള്ള കാര്യങ്ങൾ കൂടി സ്വാഭാവികമായും ഈ ആഭ്യന്തരം, അതായത് ചെന്നിത്തലയുടെ പോലീസ് ഇവർക്ക് വാഴ്ത്തുപാട്ട് പാടുന്നു, അല്ലെങ്കിൽ അവർക്ക് മുൻപ് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ പിണറായി വിജയന്റെ പോലീസ് എന്ന രീതിയിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്വാധീനം, ആ ഒരു അത്തരത്തിലുള്ള പോലീസിന് മേലുള്ള അത്തരത്തിലുള്ള ബന്ധം അവർ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നത് തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രതികൾ ഏത് തരത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതെന്നുള്ളത്, അവർക്ക് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള ഒരു അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത്, കൂടാതെ തന്നെ ഒരു പൊതുസ്ഥലത്തുള്ള ഒരു പരിപാടിക്കല്ല പങ്കെടുക്കുന്നത്, അവിടെ പോലീസും ഇവരും യാദൃശികമായി എത്തിയതുമല്ല. കാരണം അവരുടെ വേഷവിധാനങ്ങളിലാണെങ്കിലും ആഘോഷങ്ങളിൽ പുറത്തു വന്നിരിക്കുന്ന ഈ റീൽസിൽ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉദ്യോഗസ്ഥരുമായി ഇവർക്ക് അടുപ്പമുണ്ടെന്നും ആ അടുപ്പത്തിന്റെ പേരിൽ തന്നെയാണ് അവർ അവിടെ എത്തിയതെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിലൂടെയും വിവരങ്ങളിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഒത്താശ ചെയ്യുന്ന പ്രതികൾക്ക് ഇത്തരത്തിൽ ഒത്താശ ചെയ്യുകയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള വിമർശനങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. കാരണം ഈ പ്രതികളെ പിടികൂടുന്നതിൽ വൈകൽ ഉണ്ടായി, അവർക്ക് സംരക്ഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് വന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നൊരു സാഹചര്യമുണ്ട്. അന്ന് നമ്മൾ ആ ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. ഇ ഡി ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അവർ പുറത്തേക്ക് വരുമ്പോൾ ആ വാഹനങ്ങൾക്ക് നേരെ കല്ലുകൊണ്ടും കമ്പുകൊണ്ടും ചീമുട്ടൽ കൊണ്ടുമൊക്കെ എറിയുന്നത് ആ ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്നത് വധശ്രമ ആക്രമണമാണെന്നുള്ള ബോധ്യപ്പെട്ട സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ ഈ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സമയത്താണെങ്കിൽ പോലും ആ സമീപം ആ റോഡിന്റെ ഇരുവശങ്ങളിലും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. ഈ പ്രതികളെ തടയുകയോ അല്ലെങ്കിൽ ഈ ആക്രമണം നടത്തുന്നവരെ തടഞ്ഞു മാറ്റി നിർത്തുന്നതോ അവരെ പിടികൂടുന്നതിലടക്കം പോലീസിന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായെന്ന് വിമർശനം വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് നിസ്സംഗരായി നോക്കി നിൽക്കുകയാണെന്ന് ബോധ്യപ്പെട്ട സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത് വലിയ വിമർശനങ്ങൾ ഉയർന്നതുമാണ്. ആ സാഹചര്യത്തിലാണ് ആ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് IP ബിനു അടക്കമുള്ള പ്രധാന പ്രതികളെ, ആക്രമണത്തിന് നേതൃത്വം നൽകിയ പ്രധാന പ്രതികളെ അടക്കം പോലീസ് പിടികൂടിയതും ആ സംഭവങ്ങൾ നടന്ന് അവർക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷവും പോലീസ് അവർക്ക് വേണ്ടി പിന്തുണ നൽകുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒത്താശ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നതെന്നുള്ള ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ഊന്നൽ നൽകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയേണ്ടി വരും. ന്യായീകരണങ്ങൾ നിർത്തി ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അശ്വതി.